മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീഡ്ബാക്കിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഡിവൈസിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. ഫീഡ്ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ കിട്ടുന്ന ഔട്ട്പുട്ടിൽ നിന്ന് സം എമൗണ്ട് ഓഫ് പാർട്ട് അല്ലെങ്കിൽ സം പോർഷൻസ്, ആ ഒരു പോർഷനെ തിരിച്ച് ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ഈ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് മീൻസ് ദ ട്രാൻസ്ഫറിങ് എ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് എനർജി ഓഫ് എനി ഡിവൈസ് ടു ഇറ്റ്സ് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫീഡ്ബാക്കാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്കും അതുപോലെ നെഗറ്റീവ് ഫീഡ്ബാക്കും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സിഗ്നലിൻ്റെ ബിഹേവിയറിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണോ അതല്ല നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത് ഔട്ട്പുട്ടിൽ നിന്ന് സം പോർഷൻസ് തിരിച്ച് ഇൻപുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, ഒരു ഇൻപുട്ടിന് ഒരു സിഗ്നൽ സ്ട്രെങ്ത് ഉണ്ടാവും, ഒരു ഫേസ് ഉണ്ടാവും, അതുപോലെ ഔട്ട്പുട്ടിനും ഒരു ഫേസ് ഉണ്ടാവും. ഓക്കെ, അത് ഒന്നെങ്കിൽ സെയിം ഫേസിലായിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കാം വരാം. ഓക്കെ, നമ്മളിവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി, അതായത് അതിൻ്റെ ഇൻപുട്ടിലേക്ക് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ അതേ ഫേസ് ആണെങ്കിൽ നമുക്കതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് എന്നുള്ളൊരു മീൻ വരാൻ കാരണം സെയിം ഫേസിലാണ് വരുന്നതെങ്കിൽ ഇൻപുട്ടും അതുപോലെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന സിഗ്നലും എന്ന് പറയുന്നതും ഒരേ ഫേസിലാണെങ്കിൽ അവിടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് അതിൻ്റെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, ഒരു പോസിറ്റീവായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ കിട്ടുന്നത്. കാരണം സിഗ്നലിൻ്റെ സ്ട്രെങ്ത് അവിടെ ഇൻക്രീസ് ചെയ്യാണ്. ആ തരത്തിലുള്ള ഫീഡ്ബാക്കിനാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ സിഗ്നലിൻ്റെ ഫേസ് എന്ന് പറയുന്നതും അതുപോലെ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന എനർജിയുടെ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സെയിം ആണെങ്കിൽ, അതായത് സെയിം ഫേസിലാണെങ്കിൽ നമുക്കെന്താ പറയാം, അതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അതല്ല നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നേരെ തിരിച്ച് സിഗ്നൽ ഫേസ് എന്ന് പറയുന്നതും അതുപോലെ ഫീഡ്ബാക്ക് ഫേസ് എന്ന് പറയുന്നതും എന്താണ്, ഓപ്പോസിറ്റ് ഫേസിലാണെങ്കിൽ. ഇപ്പോൾ ഓപ്പോസിറ്റ് ഫേസിലാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക, അതിവിടെ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യാണ് സാധാരണ അവിടെ ചെയ്യുക. കാരണം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അവിടെ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ അവിടെ എന്ത് ചെയ്യാണ്, ഇൻപുട്ട് സിഗ്നൽ ഡിക്രീസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ ഫീഡ്ബാക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒന്നെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലും ഫീഡ്ബാക്ക് സിഗ്നലും സെയിം ഫേസിലാണെങ്കിൽ അതിന് നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നലും ഇൻപുട്ട് സിഗ്നലും ഓപ്പോസിറ്റ് ഫേസിലാണെങ്കിൽ. ഓക്കെ, ഇനി പോസിറ്റീവ് ഫീഡ്ബാക്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇൻപുട്ടിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസിൽ അവിടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, സെയിം ഫേസിലാണെങ്കിൽ സൂപ്പർ ഇമ്പോസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം അവിടെ എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി സാധാരണ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓസിലേറ്ററിൻ്റെ കേസിലാണ്. നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ അത് യൂസ് ചെയ്യുക. എന്താണ് ഓസിലേറ്റർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം, അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നമുക്ക് പിന്നെ നടത്താം. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഡി.സിനെ AC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസിന് പറയുന്ന പേരാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നടത്താം. നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള ചെയ്യുന്നത് നമ്മൾ ആംപ്ലിഫയറിലാണ് നമ്മൾ ചെയ്യുക. ആംപ്ലിഫയർ നമ്മൾ പറഞ്ഞു ഒരു വീക്ക് സിഗ്നലിനെ ഒരു സ്ട്രോങ് സിഗ്നലാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത്, ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സാധാരണ ഓസിലേറ്ററിലും നെഗറ്റീവ് സാധാരണ ആംപ്ലിഫയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫീഡ്ബാക്ക് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഫീഡ്ബാക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ഫീഡ്ബാക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റും, വോൾട്ടേജ് ഫീഡ്ബാക്ക് നമുക്കിവിടെ ചെയ്യാം. അതുപോലെ കറണ്ട് ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫീഡ്ബാക്ക്.
ഇപ്പോൾ വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനെയാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലുള്ള കറണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട്, അതായത് പകുതി വോൾട്ടേജും പകുതി കറൻറ്റുമായിട്ടും, ഫീഡ്ബാക്ക് ചെയ്യുന്നതിൻ്റെ പകുതി വോൾട്ടേജും പകുതി എന്താ പറയുക കറൻറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വോൾട്ടേജിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കറൻറ്റിൽ ചെയ്യാൻ പറ്റും. അതുപോലെ രണ്ടും വെച്ച് നമുക്ക് എന്താ ചെയ്യുക, അതായത് വോൾട്ടേജും കറൻറ്റും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പൗണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫീഡ്ബാക്ക് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ആംപ്ലിഫയറും അതോടൊപ്പം തന്നെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കൂടി വരുന്ന ഒന്നിനാണ് എന്താ പറയുക, ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്ന് പറയാം, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ വരുന്നത് രണ്ട് സെക്ഷൻസ് ആണ്. ഒന്ന് ഇൻറ്റേർണൽ ആംപ്ലിഫയർ, നമ്മൾ സാധാരണ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സും, അതോടൊപ്പം തന്നെ ഔട്ട്പുട്ടിലുള്ള ഒരു സം എമൗണ്ട് ഓഫ് പോർഷനെ തിരിച്ച് ഇൻപുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇൻറ്റേർണൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലുള്ള ടെർമിനലിൽ നിന്ന് എവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യിക്കുക. ഓക്കെ, അതായത് ഇവിടെ ഒരു ഇൻറ്റേർണൽ ആംപ്ലിഫയർ ആണ്, അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻറ്റേർണലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ടെർമിനലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഗെയിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം ആദ്യത്തെ തവണ നമ്മൾ ഫോർ എക്സാമ്പിൾ 5 എന്ന് പറയുന്ന ഒരു വോൾട്ടേജാണ് നമ്മൾ സിഗ്നൽ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംപ്ലിഫൈങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 മടങ്ങായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി ഈ 10 നിന്ന് ഒരു എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 10 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് എനർജീനെ നമുക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഇവിടേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സിഗ്നൽ എന്ന് പറയുന്നത് 5+2 ആയിട്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ 3 ആക്കാം, 5+3 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് എന്നത് അവിടെ ഇൻക്രീസ് ചെയ്തു, 8 ആയി. ഈ 8 ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്, ഔട്ട്പുട്ടിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, 16 ആയിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യണേ, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗെയിൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം കിട്ടുന്നത്. ഇതാണ് ഇൻറ്റേർണൽ ആംപ്ലിഫയർ, ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. നമ്മളൊരു സിഗ്നൽ കൊടുക്കുന്നു, Vx എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഇൻറ്റേർണൽ ആംപ്ലിഫയർ. ഇതിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന ഇൻപുട്ടാണ് Vi എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് RL. ഇതിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, VO എന്നുള്ളൊരു പാർട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇൻറ്റേർണൽ ആംപ്ലിഫയറിൽ ഒരു ഇൻപുട്ട് സിഗ്നൽ വരുന്നുണ്ട്. ആ ഇൻപുട്ട് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കിട്ടുക. ഈ പോർഷനിൽ നിന്നൊരു എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്യും, തിരിച്ച് ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, പോവും. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദെൻ ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സാണ് നടക്കും. ഫൈനലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടായിരിക്കും, ദാറ്റ് ഈസ് VO. ഓക്കെ, അപ്പോൾ ഇവിടെ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, VO എന്ന് പറയുന്നൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ എത്രത്തോളം ഫീഡ്ബാക്കാണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീറ്റ V0 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ടു ദ ഇൻപുട്ട്. ബീറ്റ എന്ന് പറയുന്നത് 1 കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വോൾട്ടേജിനാണ് നമ്മൾ എന്താ പറയുക, VF എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും, Vi = ഓൾറെഡി ഉള്ള ഒരു സിഗ്നൽ വരുന്നുണ്ട് ±VF എന്നതായിട്ട് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഈ VF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് വഴി കിട്ടുന്ന എനർജിയാണ്. അല്ലെങ്കിൽ Vi എന്ന് പറയുന്നത് എന്ത് ചെയ്തായിരിക്കും, Vxന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ Vi ഇവിടെ Vxും എന്ന് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഇതെന്ത് ചെയ്യും,
ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് റെപ്രസെൻറ്റേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും വി എക്സ് ആയിട്ടും ഇവിടെ വി എഫ് ആയിട്ടും എന്ത് ചെയ്യും. വി എഫ് എന്ന് പറഞ്ഞത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ വോൾട്ടേജ്, അതായത് ഫീഡ്ബാക്കിലൂടെ നമുക്ക് കിട്ടുന്ന നെറ്റ്വർക്ക്. നേരത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 10ൽ നിന്ന് 3 നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. അപ്പോൾ 0.3 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ഇവിടുത്തെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത് 10ൻ്റെ 30%, അതായത് 3. ആ 3 എന്നുള്ളൊരു വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത് ഈ തിരിച്ച് ഈ സിഗ്നലിലേക്ക് പോകുന്നത്. ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞത് ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന സിഗ്നലും അതോടൊപ്പം തന്നെ ഈ ഫീഡ്ബാക്ക് വഴി നമുക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെയും മൊത്തം സ്ട്രെങ്ത് ആയിരിക്കും പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത് ഇൻപുട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി ഇവിടെ പോസിറ്റീവും നെഗറ്റീവും ഉള്ളൊരു സൈൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എന്നർത്ഥം മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ വി എസും വി എഫും പരസ്പരം ആഡ് ചെയ്യുക എന്നതാണ്. ഈ ആഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാണ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. സോ അത് പോസിറ്റീവ് ഫീഡ്ബാക്കിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ പോസിറ്റീവ് സൈനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് വി ഐ സീക്വൽ ടു വി എക്സ് പ്ലസ് വി എഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ പ്രത്യേകത എന്താണ്, അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം സബ്സ്ട്രാക്ഷനാണ് വരേണ്ടത്. അപ്പോൾ വി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും വി എക്സ് മൈനസ് വി എഫ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ നോർമലി ഒരു ആംപ്ലിഫയറിൻ്റെ കേസിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ എടുക്കുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, അങ്ങനെ അതായത് ഇൻപുട്ടിൻ്റെ സിഗ്നലിൻ്റെ ഫേസ് എന്ന് പറയുന്നതും ഫീഡ്ബാക്ക് വഴി കിട്ടുന്ന സിഗ്നലിൻ്റെ ഫേസ് എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളവിടുത്തെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം വി എക്സ് മൈനസ് വി എഫ് ആയിട്ട് എന്ത് ചെയ്യണം നമ്മളവിടെ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് വിത്തൗട്ട് എന്താ പറയുക ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ അവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം എ സീക്വൽ ടു ഫീഡ്ബാക്ക് അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ ഇതെന്ന് പറയുന്നത് വി ഒ ഡിവൈഡഡ് ബൈ വി ഐ എന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ വി ഐ എന്ന് പറഞ്ഞത് എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി എക്സ് മൈനസ് വി എഫ് ആയിരിക്കും. നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ വി ഒ ഡിവൈഡഡ് ബൈ വി എക്സ് മൈനസ് വി എഫ് എന്ന് എഴുതാം. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എ വി എക്സ് മൈനസ് എ വി എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഒ. ഫ്രം ദിസ് വി ഒ ഡിവൈഡഡ് ബൈ വി എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ഇൻറ്റു വി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ബീറ്റ വി സീറോ ആണ്, ബീറ്റ വി സീറോ. ഇപ്പോൾ വി സീറോ ആണ് നമ്മളിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതായത് വി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം ബീറ്റ വി സീറോ എന്നുള്ള ടേമാക്കി നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും വി ഒ ഡിവൈഡ് ബൈ വി എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. അതായത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എ പുറത്തേക്ക് എടുക്കുമ്പോൾ വി എക്സ് മൈനസ് നമുക്ക് എ വി എക്സ് ഇസ് ഈക്വൽ ടു എ ബീറ്റ വി സീറോ പ്ലസ് വി സീറോ എന്ന് കൊടുക്കാം. വി സീറോ ഇതിൽ നിന്ന് കോമൺ ആക്കി എടുക്കുമ്പോൾ 1 പ്ലസ് എ ബീറ്റ എന്ന് എഴുതാം. ദെൻ വി ഒ ഡിവൈഡ് ബൈ വി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് സൈനാണ്. ബീറ്റയുടെ വാല്യൂ കൂടുന്തോറും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇതെന്താണ് ഫീഡ്ബാക്ക് ഗെയിനാണ്. എ എഫ് എന്ന് പറയുന്നത് വി ഒ ഡിവൈഡ് ബൈ വി എക്സ്. കാരണം ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, മൊത്തം ആണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആ ഫീഡ്ബാക്ക് അതായത് ഈ കാണിച്ചിട്ടുള്ളതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്താ പറയുക ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അതായത് ഇൻറ്റേർണലും ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കും വരുന്നത്. അതിൻ്റെ ഇൻപുട്ടാണ് വി എക്സ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് വി ഒ. ഇൻറ്റേർണൽ ആംപ്ലിഫയർ നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും ആംപ്ലിഫയർ, അതായത് വിത്തൗട്ട് ഫിൽറ്റർ, ഈ ഫിൽറ്റർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് വി ഐ ആണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വി ഒ. അപ്പോൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം വി ഒ ഡിവൈഡ് ബൈ വി ഐ എന്ന് എഴുതാം. ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഈ റെഡ് മാർക്കിൽ കാണിച്ചിട്ടാണ് ആംപ്ലിഫയർ, അതിൻ്റെ ഇൻപുട്ടാണ് വി എക്സ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് വി ഒ. അപ്പോൾ എ എഫ് എന്ന് പറയുന്നത് വിത്ത് ഫീഡ്ബാക്കിൻ്റെ ഗെയിനിനാണ് നമ്മൾ എന്താ പറയുക എ എഫ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഒ ഡിവൈഡ് ബൈ വി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 1 പ്ലസ് എ ബീറ്റ. ഇതൊരു നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇനി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എ എഫ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ബീറ്റ എന്ന് എഴുതാം. അപ്പോൾ അവിടെ ഗെയിൻ എന്ത് ചെയ്യാണ് ഡിഗ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മൈനസ് ആണ്, അപ്പോൾ ഡിഗ്രീസിങ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവാണ്.
നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, പക്ഷേ ഇവിടെ സൈൻ വരുന്നത് പോസിറ്റീവാണ്. സോ അവിടെ ഗെയിൻ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ ഈ ആംപ്ലിഫയറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് എന്തുണ്ട്, കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. അതിൽ ഒന്നാമതാണ് ഗെയിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് സ്റ്റെബിലൈസേഴ്സിങ് ദ ഗെയിൻ. അപ്പോൾ ഗെയിന് സ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും. ഫ്രീക്വൻസി റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ കർവ് വരച്ചിരുന്നു. അപ്പോൾ കൂടുതൽ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, അത് സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുക. F1ൻ്റെയും F2ൻ്റെയും കൂടുതൽ ഡിഫറൻസ്, അതായത് ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ദെൻ ഔട്ട്പുട്ടിലുള്ള നോയ്സ് ലെവൽ കുറക്കുക. നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് അല്ലെങ്കിൽ ഫേസിനാണ് എന്താ പറയുക, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനാണ് എന്താ പറയുക, നോയ്സ് എന്ന് പറയുക. നമുക്ക് വേണ്ടാത്ത നോയ്സുകൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു റേഡിയോ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു ചിലമ്പിക്കുന്ന സൗണ്ട് കേൾക്കാം, ദാറ്റ് ഈസ് എ നോയ്സ്. ആ തരത്തിലുള്ള നോയ്സിന് നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫേസ് ഡിസ്റ്റോർഷൻ്റെ കേസും നമുക്ക് എന്ത് ചെയ്യാം, ഫേസിലുണ്ടാകുന്ന ചേഞ്ചുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് മീൻസ് ഡിസ്റ്റോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മളൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓസിലേറ്ററിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓസിലേറ്റർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു DC എന്താ പറയുക ഇൻപുട്ടിനെ AC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടും ഉപയോഗിക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓസിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു കൺവേർഷൻ നമ്മൾ നടക്കുന്നത്. വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നൽ. ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നൽ ഇല്ലാതെയാണ് DCനെ AC ആക്കി എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസിന് പറയുന്ന പേരാണെന്ത്, ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഈ ഓസിലേറ്ററിൻ്റെ വേവിൻ്റെ ഫോം വെച്ചിട്ട് അക്കോർഡിംഗ് ടു വേവ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സൈനസോയിഡൽ ഓസിലേറ്റർ എന്നും രണ്ടാമത്തതിനെ എന്താ പറയുക നോൺ സൈനസോയിഡൽ ഓസിലേറ്റർ എന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എന്ത് ചെയ്യാം, തരംതിരിക്കാൻ പറ്റും. അപ്പോൾ സൈനസോയിഡൽ ഓർ ഹാർമോണിക്. നോൺ സൈനസോയിഡിന് വേറെ പറയുന്നത് റിലാക്സേഷൻ ഓസിലേറ്റർ. ഓക്കെ, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ വേവിൻ്റെ ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്കറിയാം സൈനസോയിഡൽ എന്ന് പറഞ്ഞാൽ സൈൻ വേവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോം അല്ലെങ്കിൽ ഓസിലേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മളൊരു DC ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മളൊരു DCയിൽ നിന്ന് ഒരു സൈൻ വേവ് പോലത്തെ അല്ലെങ്കിൽ കോസ് വേവ് പോലത്തെ ഒരു സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ നമുക്കതിനെ സൈനസോയിഡൽ ഓർ ഹാർമോണിക് ആയിട്ടുള്ള ഒരു വേവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇതുപോലെ നമുക്കൊരു എന്താ പറയുക ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് സൈനസോയിഡൽ എന്ന് പറയാം. നോൺ സൈനസോയിഡൽ അല്ലെങ്കിൽ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ വേവ് കിട്ടുന്നതാണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് സ്ക്വയർ വേവാണ് കിട്ടുന്നതെങ്കിൽ അതിന് നോൺ സൈനസോയിഡൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സോ ടൂത്ത് പോലെ ഈ രീതിയിലുള്ള ഒരു വേവാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതെങ്കിൽ, അതായത് DCയിൽ നിന്ന് AC കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന AC എന്ന് പറയുന്നത് ഒരു വേരിങ് ആണ്. കാരണം വേരിങ് കറൻറ്റിനാണ് നമ്മൾ AC എന്ന് പറയുക. ആ കിട്ടുന്ന AC സൈനസോയിഡൽ കർവൻ്റെ ഇക്വലൻ്റ് ആണെങ്കിൽ, ഈ രീതിയിലുള്ളൊരു കർവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ സൈനസോയിഡൽ ഓർ ഹാർമോണിക് എന്ന് പറയും. അതല്ല ഒരു സ്ക്വയർ വേവ് അല്ലെങ്കിൽ ഒരു സോ ടൂത്ത് എന്ന് പറയുക, ഈ തരത്തിലുള്ളൊരു വേവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നോൺ സൈനസോയിഡൽ ഓർ റിലാക്സേഷൻ എന്താ പറയുക ഓസിലേറ്റർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സൈനസോയിഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ആദ്യം പറയുന്നത് ഫ്യൂ ഹെർട്സ് മുതൽ നമുക്കറിയാം ഫ്രീക്വൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഹെർട്സ് എന്നാണ്. 20 കിലോ ഹെർട്സ് വരെയുള്ള ഒരു റേഞ്ചിലുള്ള ഒരു ഫ്രീക്വൻസി ആണെങ്കിൽ അതിനെ നമ്മൾ പറയല് AF ഓസിലേറ്റർ എന്നാണ് പറയാം. AF ഓസിലേറ്റർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓഡിയോ ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി 20 കിലോ ഹെർട്സ് മുതൽ
30 മെഗാ ഹെർട്സ് വരെ ഉള്ളൊരു ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ ചെയ്യുന്നതെങ്കിൽ അതിനെ RF ഓസിലേറ്റർ എന്നാണ് പറയുക. ഇത് AF, ഇത് RF ഓസിലേറ്റർ. ഓക്കെ, ഇവിടെ ഉള്ളത് റേഡിയോ ഫ്രീക്വൻസി ആയിരിക്കും. റേഡിയോ ഫ്രീക്വൻസിൻ്റെ റേഞ്ചിലായിരിക്കും ഈ ഓസിലേറ്റർ വരുന്നത്. ഓക്കെ, ദെൻ 30 മെഗാ ഹെർട്സ് മുതൽ 300 മെഗാ ഹെർട്സ് വരെ ഉള്ളതാണെങ്കിൽ അതിനെ VHF ഓസിലേറ്റർ എന്നാണ് പറയുക. ഇവിടെ സംഭവിക്കുന്നത് വെരി ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു എന്താ പറയുക ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 300 മെഗാ ഹെർട്സ് മുതൽ 3 ജിഗാ ഹെർട്സ് വരെ ഉള്ള ഒന്നാണെങ്കിൽ അതിന് നമ്മൾ UHF, ഇത് V ആണെങ്കിൽ ഇത് UHF ഓസിലേറ്റർ എന്നാണ് പറയുക. ഇവിടെ നോക്കുന്ന അൾട്രാ ഹൈ, അതായത് തൊട്ട് മുമ്പുള്ളതിനേക്കാളും കൂടുതലുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും നമുക്കിവിടെ എന്ത് ചെയ്യുക കിട്ടുന്നത്. ദെൻ പിന്നെ വരുന്നത് 3 ജിഗാ ഹെർട്സ് മുതൽ സെവറൽ ജിഗാ ഹെർട്സ്, അതിന് നമ്മൾ പറയുന്നത് മൈക്രോവേവ് ഓസിലേറ്റർ എന്നാണ് പറയുക. മൈക്രോവേവ് ഓസിലേറ്റർ, അവിടെയുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്കൊരു ഫ്രീക്വൻസി റെസ്പോൺസ് ആയിട്ട് കാണിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞ സൈനസോയിഡിൽ എന്ന് പറഞ്ഞത് നമ്മളെ ഫ്രീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് അക്കോർഡിംഗ് ടു, അതായത് ഒരു സൈനസോയിഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് എന്ത് ഈ കാണിച്ചതെല്ലാം അക്കോർഡിംഗ് ടു ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഈ 5 ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേഷൻ അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരഞ്ഞെടുക്കാം. ഒന്നാമത് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ എന്നും രണ്ടാമത്തത് ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അക്കോർഡിംഗ് ടു വേവ് ഫോം ആണ്, ജനറേറ്റിംഗ് വേവ് ഫോമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ട് രീതിയിൽ, സൈനസോയിഡിലും നോൺ സൈനസോയിഡിലും അക്കോർഡിംഗ് ടു വേവ് ഫോം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അപ്പോൾ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് കേസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ എന്നും രണ്ടാമത്തെ നമ്മൾ പറയുന്നത് ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം തരംതിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ, എന്താണ് ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ഓസിലേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു നെഗറ്റീവ് റീജിയൻ, റെസിസ്റ്റൻസ് റീജിയൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു VI ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അവിടെ എന്ത് ചെയ്യും ഫോം ചെയ്യും. ഈ അല്ലെങ്കിൽ അവിടെ എക്സിബിറ്റ് ചെയ്യും. ഈ എക്സിബിറ്റ് ചെയ്യുന്നതിലാണ് എന്ത് ചെയ്യുന്നത് ഓസിലേഷൻ നടക്കുന്നത്, യൂസിങ് അല്ലെങ്കിൽ ആക്റ്റീവ് ഡിവൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്ററിൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആക്റ്റീവ് ഡിവൈസ് വെച്ചിട്ടാണ്, യൂസിങ് എ ആക്റ്റീവ് ഡിവൈസ്, ഒരു ആക്റ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ്. ഏത് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ടണൽ ഡയോഡ്, ഒരു ടണൽ ഡയോഡ് പോലെയുള്ള ഒരു ആക്റ്റീവ് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഓസിലേഷൻ സംഭവിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു എക്സിബിഷൻ നടക്കുന്ന അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക്, അതായത് ഒരു ആംപ്ലിഫയർ ആണ്. ആ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കുള്ള ഒരു ആംപ്ലിഫയർ ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ഓസിലേറ്ററിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ യൂസിങ് ആംപ്ലിഫയർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആക്റ്റീവ് ഡിവൈസ് ആണെങ്കിൽ ഫീഡ്ബാക്ക് ഓസിലേറ്ററിൽ നമ്മൾ എടുക്കുന്നത് ഒരു ആംപ്ലിഫയർ, പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഇനി ഈ നെഗറ്റീവ് റെസിസ്റ്റൻസിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് രീതിയിൽ സൈനസോയിഡിലും വരുന്നുണ്ട്, റിലാക്സേഷനും വരുന്നുണ്ട്. അതുപോലെ ഫീഡ്ബാക്ക് ഓസിലേറ്ററിൽ നമുക്ക് എന്തുണ്ട് സൈനസോയിഡിലും വരുന്നുണ്ട്, റിലാക്സേഷനും വരുന്നുണ്ട്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് കാറ്റഗറി വെച്ച് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇനി ഈ ഫീഡ്ബാക്ക് ഓസിലേറ്ററിൽ സൈനസോയിഡിൽ വരുന്ന ഓസിലേറ്ററുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ LC, L എന്ന് പറഞ്ഞത് ഇൻഡക്റ്റൻസ്, C എന്ന് പറഞ്ഞത് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇൻഡക്റ്റർ കപ്പാസിറ്റർ ഓസിലേറ്റർ എന്നും അല്ലെങ്കിൽ RC ഇതുപോലത്തെ ഒരു ഓസിലേറ്ററാണ് എന്ത് ചെയ്യുന്നത്
ഈ സൈനസോയിഡിലായിട്ടുള്ള ഓസിലേറ്ററിൽ, അതായത് ഫീഡ്ബാക്ക് ഓസിലേറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഡിവൈഡ് ചെയ്യുന്ന ഒന്ന് സൈനസോയിഡിലും ഒന്ന് റിലാക്സേഷനുമാണ്. സൈനസോയിഡിൽ വരുന്ന ഓസിലേറ്ററാണ് LC ഓസിലേറ്റർ, അതുപോലെ RC ഓസിലേറ്റർ. അതുപോലെ റിലാക്സേഷനിൽ വരുന്ന ഒന്നാണ് എന്ത്, ഇനി ഈ LC ഓസിലേറ്ററിൽ വരുന്ന ഇതിന് എക്സാമ്പിളാണ് എന്ത്, അതായത് എക്സാമ്പിൾ ഓഫ് LC ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് ഓസിലേറ്ററിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്, സൈനസോയിഡും റിലാക്സേഷനും. ഈ സൈനസോയിഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, LC ഓസിലേറ്റർ അതുപോലെ RC ഓസിലേറ്റർ. അപ്പോൾ LC ഓസിലേറ്ററിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, എന്താ പറയുക, ആർട്ട്ലി, ഇത് നമുക്ക് പഠിക്കാനില്ല, ആർട്ട്ലി ഓസിലേറ്റർ, അതുപോലെ കോൾപിച്ച്, എൻ്റെ സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ഓസിലേറ്റർ. ഓക്കെ, LC എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും. ഓക്കെ, ഇനി RC ഓസിലേറ്ററിൻ്റെ എക്സാമ്പിളുകളാണ് എന്ത്, ഫേസ് ഷിഫ്റ്റും ഓസിലേറ്റർ, അതുപോലെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻ ബ്രിഡ്ജ് രണ്ട് ഓസിലേറ്ററാണ് അതിലെന്ത് ചെയ്യുന്നത്, എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ഈ RC എന്ന് പറയുന്നത് റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും. ഇനി RC ഓസിലേറ്റർ മെയിനായിട്ട് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുക, ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ RC പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഓഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്ര പറഞ്ഞുള്ളൂ. ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ അതുപോലെ ഫീഡ്ബാക്ക് ഓസിലേറ്റർ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഈ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ആക്റ്റീവ് ഡിവൈസ് വെച്ചിട്ടാണ്, ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ എക്സിബിറ്റ് ചെയ്തിട്ട്. അതുപോലെ ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടാണ്, പോസിറ്റീവ് ഫീഡ്ബാക്കിൽ വരുന്ന ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നെഗറ്റീവ് റെസിസ്റ്റൻസിലും സൈനസോയിഡിലും റിലാക്സേഷനും വരുന്നുണ്ട്, ഫീഡ്ബാക്കിലും എന്ത് ചെയ്യുന്നുണ്ട്, സൈനസോയിഡിലും റിലാക്സേഷനും വരുന്നുണ്ട്. ഈ സൈനസോയിഡിൽ തന്നെ വീണ്ടും കാറ്റഗറി ചെയ്യുന്നുണ്ട്, LC ഓസിലേറ്റർ അതുപോലെ RC ഓസിലേറ്റർ. LC എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും വരുന്ന ഒന്നാണ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ആർട്ട്ലി ഓസിലേറ്റർ, കോൾപിച്ച് ഓസിലേറ്റർ നമുക്ക് പറയാം. ഇത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഓസിലേഷൻ സംഭവിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു റേഡിയോ ഫ്രീക്വൻസി ആയിരിക്കും. RC ഓസിലേറ്ററിൻ്റെ എക്സാമ്പിളാണ് ഫേസ് ഷിഫ്റ്റും വെയിൻ ബ്രിഡ്ജും. ഇതൊരു ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് അല്ലെങ്കിൽ ഓഡിയോ റേഞ്ചിലുള്ള ഫ്രീക്വൻസിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് AF = A/1 - A ബീറ്റ എന്നതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതുപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എൻ്റെ എനർജി എന്ന് പറയുന്നത് ഗെയിൻ എന്ന് പറയുന്നത് A/1 + β A എന്നുള്ള റെപ്രസെൻറ്റേഷനാണ്. ഓക്കെ, ഒരു ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗെയിൻ ഈസ് ഇൻഫിനിറ്റി. ഗെയിൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഇൻഫിനിറ്റി ആയിരിക്കണം. നമ്മൾ പറഞ്ഞു ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, പോസിറ്റീവ് ആയിരിക്കും. സപ്പോസ് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമുക്കറിയാം പോസിറ്റീവാണ്, ഇത് നമുക്ക് നെഗറ്റീവാണ്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഗെയിന് AFൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ A ബീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഓക്കെ, അതല്ല ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ AFൻ്റെ വാല്യൂ ഇൻഫിനിറ്റി കിട്ടണമെങ്കിൽ ബീറ്റ A എന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ, ഇതാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ അറ്റൈൻ ചെയ്യണമെങ്കിൽ ബീറ്റ A എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബീറ്റ A എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 1 ആയിരിക്കണം. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഫോർ ദ ഫീഡ്ബാക്ക് ഓസിലേറ്റർ. അപ്പോൾ ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓവറോൾ ഗെയിൻ ഈസ് ഇൻഫിനിറ്റി. ആ ഒരു കാറ്റഗറി കിട്ടണമെങ്കിൽ ബീറ്റ A എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. ഇനി നമ്മളിതിനെ ഒരു കോംപ്ലക്സ് നൊട്ടേഷനിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, കോംപ്ലക്സ് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ e⁻²πNI ഈ ഒരു ഫോമിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസിക് കണ്ടീഷൻ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്
എൻ എന്ന് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീഡ്ബാക്ക് ഫാക്ടർ ദാറ്റ് ഈസ് ബീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി യൂണിറ്റി, ഒന്നായിരിക്കണം. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നായിരിക്കണം. അതുപോലെ ബീറ്റ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഈ രീതി കണ്ടീഷന് പറയുന്നത്, അതായത് ബീറ്റ എ എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ഓഫ് 2πni കോംപ്ലക്സ് നൊട്ടേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കണ്ടീഷനാണ്. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ബാർക്കഷ്യൻ കണ്ടീഷൻ എന്നാണ് പറയാം. ഓക്കെ, BARKHAUSN ബാർക്കഷ്യൻ കണ്ടീഷൻ എന്നാണ് ഇതിന് പറയാം. കോംപ്ലക്സ് നൊട്ടേഷൻ എഴുതുന്ന ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ കണ്ടീഷനാണ് എന്ത്, ബാർക്കഷ്യൻ കണ്ടീഷൻ എന്ന് പറഞ്ഞത്. ഇതിൽ n എന്ന് പറഞ്ഞത് എന്താണ്, ഇൻറ്റിജറാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത് എന്താ വെച്ചാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീഡ്ബാക്ക് റേഷ്യോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറഞ്ഞത് ഇറ്റ് ഷുഡ് ബി 1. അതുപോലെ ബീറ്റ എ എന്ന് പറയുന്നതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π ആയിരിക്കണം. അതായത് പോസിറ്റീവ് ഫീഡ്ബാക്കിലായിരിക്കണം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് എന്തിനുള്ളത്, ഫീഡ്ബാക്ക് ഓസിലേറ്ററിനുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഫീഡ്ബാക്ക് ഓസിലേറ്റർ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഓസിലേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോജിക് ഗേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.